അപ്പോൾ ഞങ്ങൾ മുന്നോട്ടേക്ക് വേണ്ട ആശയങ്ങളും പ്രവർത്തന പദ്ധതികളും എന്തായിരിക്കണമെന്നത് സംബന്ധിച്ചുള്ള വൈവിധ്യങ്ങളായ അഭിപ്രായങ്ങളാണ് ഇതിനകം ഒരുപാട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനമാണ് ഞാൻ പോർട്ടലായാലും അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റായാലും അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ഭാഗമായിട്ട് വരുന്ന വാട്സപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിച്ച് കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാട്ടിലും വിദേശത്തുമുള്ള CPM അനുഭാവമുള്ളവർ മാത്രമല്ല, അല്ലാത്തവരുമായ മുഴുവൻ മലയാളികളും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. അതെല്ലാം ഞങ്ങൾ പരിഗണിക്കും. യുവാക്കൾ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ യുവതികൾ, ട്രാൻസ്ജെൻഡർമാർ, അതുപോലെ തന്നെ അധ്വാനിക്കുന്ന വിവിധ തലങ്ങളിലുള്ള തൊഴിലാളി ജനവിഭാഗങ്ങൾ, അവരുടെ എല്ലാം അഭിപ്രായം, അവരുടെ എല്ലാം ഈ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ പ്രാപ്തി എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കാൻ പ്രാപ്തി നേടാൻ സാധിക്കുമോ എന്നുള്ള കാര്യം വെച്ചുകൊണ്ടുള്ള തുറന്ന മനസ്സോടുകൂടിയുള്ള അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പത്രപ്രവർത്തകരെ കൂടി പറഞ്ഞതുപോലെ അവരെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും അതെല്ലാം വിലമതിക്കുന്ന അഭിപ്രായങ്ങളായിട്ട് പരിഗണിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഞങ്ങൾ പുതുവഴികൾ എന്ന പേരിൽ ഒരു ഇമെയിൽ, വാട്സപ്പ്, വെബ്സൈറ്റ്, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് എന്നിവ വഴി നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലിപ്പോൾ 7999477168 എന്ന വാട്സപ്പ് നമ്പറും പുതുവഴികൾ@gmail.com എന്ന മെയിൽ ID-യും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പറയാം, ഒന്നുകൂടി പറയാം. 7999477168 7 ഒന്നാമത്തെ 7 അല്ലേ? 999 എടുത്താൽ മതി. 3 99947771668 72 2 10 7 ഒഴിവാക്കുക. ആദ്യത്തെ 7 999 അത് നോക്കിയിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. അത് കൊടുക്കാം. എത്രയാ? അത് പുതുവഴികൾ @gmail.com എന്നുള്ളതാണ് മെയിൽ ID. ഈ നമ്പറും അതുപോലെ തന്നെ ഇനിയിപ്പം ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ളത് നമുക്ക് കൊടുക്കാം, പത്രത്തിൽ കൊടുക്കാം, കുറിപ്പായിട്ട് കൊടുക്കാം. എന്നാൽ കൃത്യമായിട്ട് തന്നെ അത് കൊടുക്കാൻ കഴിയും. അപ്പോൾ പാർട്ടി സംഘടനാപരമായി കൂടുതൽ കരുത്താർജിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇനി പാർട്ടി ആലോചിക്കാനും തീരുമാനിക്കാനും പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ട് 1977 ഏറ്റവും കുറഞ്ഞ നില CPM-ന് അസംബ്ലിയിൽ ഉണ്ടായത്. 17 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഞങ്ങൾ പരാജയപ്പെട്ടു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പിന്നീട് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും 6 സർക്കാരുകൾക്ക് രൂപം കൊടുക്കാനും നേതൃത്വം കൊടുക്കാനും സാധിച്ച രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചടികളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കത്തക്ക രീതിയിൽ നമ്മുടെ പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തി, വർഗ ബഹുജന സംഘടനകളെ ശക്തിപ്പെടുത്തി, വലതുപക്ഷ ആശയങ്ങൾക്ക് മുൻകൈയുള്ള ലോക പശ്ചാത്തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സത്പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളിൽ ഇടതുപക്ഷ ആഭിമുഖ്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയും വർഗവിഭജന പ്രസ്ഥാനങ്ങളും ആകെ എല്ലാ വിഭാഗം ജനങ്ങളെയും, ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക മേഖലയിലുള്ളവരുടെ എല്ലാവരുടെയും പിന്തുണ ആർജിച്ച് കരുത്തോടുകൂടി മുമ്പോട്ടേക്ക് പോകും. ഇപ്പം നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ സാഹിത്യ നായകന്മാരെ പോലുള്ള ആളുകൾ പറഞ്ഞത് ഏതായാലും 10 കൊല്ലമായില്ലേ, ഇനിയൊരു മാറ്റം വേട്ടെ എന്ന ചോദ്യം, അതൊക്കെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്.
അപ്പോൾ അതൊന്നും ഒരു ഇടതുപക്ഷ ആശയത്തിൻ്റെ ഭാഗമായിട്ടല്ലേ, യഥാർത്ഥത്തിൽ വലതുപക്ഷത്തിന് വേണ്ടിയുള്ള ഇടതുപക്ഷ മുഖമായിരുന്നു ആ രീതിയിലുള്ള പ്രയോഗങ്ങൾ ഓരോന്നും. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി തന്നെ ഈ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സ് അതിനെ ശക്തിപ്പെടുത്തിയില്ല എങ്കിൽ കേരളമല്ലാതാവും എന്നുള്ള വളരെ അപകടകരമായ കാഴ്ച കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഭരണവിരുദ്ധ വികാരം എന്നുള്ള രീതിയിലല്ല, ഭരണത്തെ സംബന്ധിച്ച് പൊതുവെ മതിപ്പായിരുന്നു. എന്നാൽ ഭരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ പരമ്പരാഗത മേഖല, കൺസ്ട്രക്ഷൻ മേഖല, അതുപോലെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കശുവണ്ടി, കയറ്, അതുപോലെ ഹാൻഡ്ലൂം തുടങ്ങിയിട്ടുള്ള മേഖലയിലൊക്കെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനാവാത്തതിൻ്റെ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങൾ താഴെ തലത്തിൽ വരെ പരിശോധിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ആ വിരുദ്ധ അത് ഒറ്റ മൂലം കൊണ്ട് ഉപയോഗിക്കേണ്ടെന്നേ പറയുന്നുള്ളൂ. അതുണ്ടായിട്ടുണ്ട്. ആ ഉണ്ട്. അതിപ്പം പറഞ്ഞല്ലോ, അത് തന്നെയാണ്. ദൗർബല്യങ്ങളുണ്ടായി. അല്ല, ദൗർബല്യം എന്ന് പറയുന്നത് ഏറ്റവും താഴെ മുതൽ മേലെ വരെയുള്ള ദൗർബല്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിലുള്ള കാര്യം. അതായത് ഞങ്ങളിപ്പോഴും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി എടുക്കുന്നു, അത് ജില്ലാ കമ്മിറ്റി കൈകാര്യം ചെയ്യുന്നു, താഴെ ഏരിയ കമ്മിറ്റികൾ, അതിൻ്റെ താഴെ ലോക്കൽ കമ്മിറ്റികൾ, ഞാൻ നേരത്തെ പറഞ്ഞ 40,000-ഓളം വരുന്ന ഘടകങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നതിൽ വരുന്ന വീഴ്ചയാണ്. കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി അത് നടപ്പിലാക്കുന്നതിൽ വരുന്ന പ്രായോഗിക തലത്തിലുള്ള സംഘടനാപരമായ വീഴ്ച. ആ വീഴ്ച കേവലമായ സംഘടനാപരമായ വീഴ്ച മാത്രമായിരിക്കില്ല, അതിൻ്റെ രാഷ്ട്രീയമായ ഉള്ളടക്കത്തെ പറ്റിയുള്ള വ്യക്തത കുറവ് കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് സംഘടനാപരമായ ദൗർബല്യം എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു ഘടകത്തിനല്ല, കേരളത്തിലെ നമ്മുടെ പാർട്ടിയുടെ ഘടകങ്ങളിലെല്ലാം ഈ ദൗർബല്യം ഉണ്ട് എന്നാണ് ഞങ്ങൾ പൊതുവെ കണ്ടെത്തിയിരിക്കുന്നത്. എന്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധമായ പരാമർശത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ശക്തിയായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാം പറഞ്ഞാലും അതിനേക്കാളെല്ലാം ശക്തിയായിട്ട് വന്ന ആശയ മുൻകൈ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിട്ടുള്ള ഈ മുസ്ലിം വിരുദ്ധ പ്രചാരവേലക്ക് ഞങ്ങൾ വേണ്ടത്ര മറുപടി പറഞ്ഞില്ല എന്ന ആശയമാണ് മുൻകൈയിൽ വന്നത്. അതായിരുന്നു ഞാൻ ചൂണ്ടിക്കാണിച്ചത്. തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ മന്ത്രി ഈ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് എത്രയോ പ്രാവശ്യം, ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന വർഗീയമായ ഒരു നിലപാടിനോടും CPIM-ന് യോജിപ്പില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.